ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു ദിവസം അടുത്തേക്ക് അണച്ചുകൂട്ടി, ഇടത്തെ ഭാഗത്ത് ഇങ്ങനെ അണച്ചുകൂട്ടി പിടിച്ച് ഇരുത്തിയിട്ട് കൈയൊക്കെ ഇങ്ങനെ തോളിലൂടെ ഇങ്ങനെ ഇട്ടൊന്ന് അണച്ചുകൂട്ടി പിടിച്ചിരുത്തി. മകൾ അടുത്ത് തന്നെയാണ്, ഉപ്പാന്റെ അടുത്താണ് മകൾ ഇരുത്തേണ്ടത്. അതിന് കേടൊന്നുമില്ല, ഇനി അതിൽ തെറ്റിദ്ധാരണ മറ്റൊന്നും ഉണ്ടാകേണ്ടേയില്ല. വാത്സല്യത്തോടും സ്നേഹത്തോടും അങ്ങനെയാണ് ചേർത്തിരുത്തിയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ അപ്പുറത്തുനിന്ന് കാണുന്നുണ്ട് ഈ രംഗം. വലത്തെ കാതിലൊരു വിഷയവും അത് പറഞ്ഞപ്പോ ഫാത്തിമ ബീവിക്ക് സങ്കടം സഹിക്കാതെ കരച്ചിൽ വന്നു. ഈ ഇടത്തെ കാതിലൊരു വിഷയം പറഞ്ഞപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മുഖത്ത് സന്തോഷം വന്നു, കരച്ചിൽ നിന്നു. ഈ രണ്ടവസ്ഥയും ആയിഷ റളിയല്ലാഹു അൻഹ അപ്പുറത്തുനിന്ന് കാണുകയാണ്. ഇതിൽ വല്ലാത്തൊരു ഇൽമു പഠിക്കാനുണ്ട് എന്ന് കരുതിയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോ മഹദി പറഞ്ഞു, ഇന്നഹാ സിർറുൻ. അത് കാതിലൂടെ പറഞ്ഞല്ലേ, അത് പറയില്ല. ഇപ്പൊ ഞാനത് പറയില്ല. മുത്തുനബി തങ്ങളെ ഹയാത്ത് കാലത്ത് ഞാനത് പറയില്ല. എത്ര ചോദിച്ചാലും ഞാനത് പറയില്ല. എന്തിനാ ചോദിക്കുന്നത്? അതിൽ എന്തെങ്കിലുമൊക്കെ പഠിക്കാനുള്ള ഇൽമുണ്ടാകും, പകർത്താനുള്ള ഇൽമുണ്ടാകും. ഫാത്തിമ ബീവിയോടല്ലേ പറഞ്ഞു കൊടുത്തത്. തങ്ങളെ വഫാത്തിനു ശേഷം ആ വിഷയം ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തു. ഒന്നാമത്തെ കാതിൽ എന്നോട് പറഞ്ഞ വിഷയം, മോളെ, എല്ലാ വർഷവും സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ അടുത്ത് വന്ന് എനിക്ക് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ഭാഗം ഒരു തവണ മൊത്തമായി എന്റെ മുന്നിൽ ഒന്ന് ഓതിത്തരാറുണ്ട്. ഈ വർഷം അത് 2 തവണ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഖദ് ഖറബ അജലീ, എന്റെ അവധി അടുത്തുപോയി. ഇത് ഫാത്തിമ ബീവിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. മുത്തുനബി തങ്ങളെ വേർപാടോ, എന്റെ പൊന്നുപ്പ എന്നെ വേർപിരിയുകയോ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒന്ന് കരയുന്നത് അല്പം പോലും സഹിക്കാൻ കഴിയാത്ത ഉപ്പയാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബീവിക്ക് ഒരു വിഷമം വരുന്നത് തങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല. ആർക്ക് എന്ത് വിഷമം വന്നാലും ഫാത്തിമ ബീവിയുടെ വിഷമം മുത്തുനബി തങ്ങൾക്ക് സഹിക്കാൻ കഴിയൂല. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ കൂടുതൽ കാലം ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ മഹദിയാണ്. മക്കളെ കൂട്ടത്തിൽ സയ്യിദത്തുനാ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ